ഒരു ബോർഡ് എടുക്കണ്ട തട്ടി കളിച്ചാലും വേറെ രണ്ട് പിള്ളേരിക്കണ്ടാ അവരെ വിളിക്കാറാ മക്കളെ കളിക്കാൻ വേടാ കളിക്കാൻ വേടാ പിള്ളേരെ പിള്ളേരൊന്നും വരുന്നില്ല അതിനൊക്കെ നമ്മളെ ചെറുപ്പകാലടാ ഇപ്പോഴത്തെ പിള്ളേർ ഫുള്ള് ഫോണില്ല നമ്മളെ ചെറുപ്പകാലം കണ്ട് പിള്ളേർ പഠിക്കണം നിങ്ങളെന്താ ആ ചേട്ടന്മാർ വിളിച്ചിട്ട് കളിക്കാൻ പോകാതിരുന്നു? അപ്പം അതൊന്നും താല്പര്യമില്ല. അപ്പൊ പുറത്ത് കളിക്കാനൊക്കെ പോറില്ല? ഫോണിലാണൊക്കെ കളി. പേരെന്താ? പേര് മാനു, എൻ്റെ പേര് അഖിലേഷ്. രണ്ടുപേരും നല്ല ഫ്രണ്ട്സാ? ഓക്കെ. അത് കഴിഞ്ഞ് പഠിക്കുന്നത് എങ്ങനെയാണ്? ഫോൺ നോക്കി തന്നെയാണോ പഠിക്കുന്നത്? ആ ചേട്ടന്മാർ കളിക്കാൻ വിളിച്ചപ്പോൾ നിങ്ങൾ പോകാതിരുന്നു ഇതിന്റെ അഡിക്ഷൻ ആയിട്ടല്ലേ? മൊബൈൽ ഫോണിൽ കളിക്കുന്ന എത്രത്തോളം നല്ലതാണെന്നൊക്കെ അറിയാവോ? അവർ പോകുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു, അതിനൊക്കെ ഞങ്ങളുടെ കാലം, പഴയ സമയം. പഴയ കാലത്ത് അവരെങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാവോ? നിങ്ങളുടെ അച്ഛനമ്മമാരോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഈ ഫോൺ അഡിക്ഷൻ ആണ് ഇപ്പം എല്ലാ കാര്യത്തിനും പിന്നിലായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ ഈ പുറത്ത് കളിച്ച് വളരുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുറേ ഉന്മേഷങ്ങളുണ്ട്. ഇപ്പം അടുത്ത് വന്നൊരു പഠനം പറയുന്നത് 5 മിനിറ്റ് കൂടുതൽ ഫോണെ ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. സത്യമല്ലേ? ഈ റീല് കാണുന്നത്, ഒരു സിനിമ പോലും നമുക്ക് മുഴുവനായിട്ട് കണ്ടു തീർക്കാനുള്ള ഒരു ക്ഷമയില്ല അല്ലേ? പുറത്ത് പ്രകൃതിയുമായി ആൾക്കാരുമായി ഇടപഴകി അങ്ങനെ കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കളിക്കുക. ഫോണൊക്കെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ അല്ലേ? അപ്പോൾ ആ ചേട്ടന്മാർ കളിക്കാൻ വിളിച്ചത് ഇപ്പം എന്തിനാ മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം, എന്ത് കളി നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നൊക്കെ നിങ്ങളുടെ തീരുമാനം. നിങ്ങളാണ് വളർന്നു വരുന്ന ആൾക്കാർ, നിങ്ങളാണ് സമൂഹത്തിനെ മാറ്റിമറിക്കേണ്ടത്. ഓക്കെ. ശരിയാടാ, ആ ചേച്ചി പറഞ്ഞു ശരിയാ. നമുക്ക് ആ ചേട്ടനായിട്ട് കളിച്ചാൽ മതി. ചേട്ടന്മാരെ വാ കളിക്കാം. മക്കളെ കളിക്കാം. വളരട്ടെ കുട്ടികൾ കളിച്ചും പഠിച്ചും വളരട്ടെ. കളിയുടെ പ്രായത്തിൽ അവരുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ നീട്ടല്ലേ. അവർ കളിച്ചു ചിരിച്ച് വളരട്ടെ, നല്ലൊരു ഭാവിക്കായി. ഈ സമൂഹത്തിൽ നല്ല തലമുറയെ നമുക്ക് ഒരുമിച്ച് തീർക്കാം. ടീം ഒറ്റഞ്ഞാവൽ.